ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചയൂണ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ കിളിമീനാണ്. അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചു. അപ്പോൾ അഞ്ചേട്ടനും മോനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും മീൻകറിയൊക്കെ റെഡിയാക്കണം. അപ്പോൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ട് ഞാൻ ഒന്ന് കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് വേണം ഇനി കറികളെല്ലാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ കുളിച്ച് വന്നു. അപ്പോൾ അരി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കണം, മീൻ വറുക്കണം, പിന്നെ എന്തെങ്കിലും ഒരു തോരനും വെക്കണം. അപ്പോൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കാണ്. ഇനി അതിനകത്തേക്ക് വേണ്ടിയുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകെല്ലാം അരിഞ്ഞെടുക്കണം. അതെടുത്തതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഇഞ്ചിയും പച്ചമുളക് സവാളയും കൂടി വഴറ്റിയിട്ട് പൊടികളെല്ലാം ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീൻ വറുക്കിയിട്ടിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് കുറച്ച് കിളിമീൻ ഞാൻ വറുക്കാനായിട്ട് മുളക് പൊടിയൊക്കെ തേച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം പിന്നെ ഈ മീൻകറിയുടെ ആവശ്യത്തിനുള്ള വെള്ളവും കുടപ്പുളിയും എല്ലാം ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ വറുക്കിയിട്ടിട്ട് നമുക്കത് മൂടി വയ്ക്കാം. മൂടി വെച്ച് അതൊന്ന് വറ്റി കഴിയുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് പാവയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവാള ഇട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് പാവയ്ക്ക ഇട്ട് നമുക്ക് വഴറ്റി മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പച്ചമുളകും ചേർത്ത് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. മൂടി വെച്ച് ഇളക്കി കൊടുത്ത് ആണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കണില്ല. വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ അത് മൂടി വെച്ച് ആണ് മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കിനി മീൻ വറുക്കാനായിട്ട് എടുക്കാം. മീൻ വറുക്കാനുള്ള ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മീൻകറിയുടെ ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ മീൻകറി ഒന്ന് ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനകത്ത് സ്പൂണൊന്നും ഇടില്ല. ചട്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ചെയ്യണത്, അല്ലെങ്കിൽ മീൻ മുഴുവൻ ഉടഞ്ഞു പോകും. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് മീൻ വറുക്കാൻ നോക്കാം. മീൻ കൊണ്ടുവരുമ്പോഴത്തേക്കും പിള്ളേർ ഓർഡർ ചെയ്യും കേട്ടോ, മീൻ വറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവർക്ക് കറി വയ്ക്കണേക്കാളും കൂടുതൽ ഇഷ്ടം വറുക്കുന്നതാണ്. പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എപ്പോഴും വറുക്കാറില്ല, ഇടയ്ക്ക് വറുക്കാറുള്ളൂ. അപ്പോൾ മീൻ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തെടുക്കുകയാണ്. മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മീൻ കറി വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കാലത്ത് കറി വയ്ക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കൊക്കെ എടുക്കാം. അപ്പോൾ മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറെടുത്തു, മീൻ കറി എടുത്തിട്ടുണ്ട്, പിന്നെ മീൻ വറുത്തതും എടുത്തിട്ടുണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അത് തലേ ദിവസത്തെയാണ്. ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.